പിന്നീട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഡോക്ടർമാർ എണ്ണീറ്റ് നടക്കില്ല എന്ന് പറയുന്നൊരു സ്റ്റേജ്. അധികം ആളുകൾക്ക് അറിയില്ല എൻ്റെ ഈ ഒരു സ്റ്റോറി. ഞാൻ ഈ വയ്യാതാവാന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒരു അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ സിറ്റുവേഷൻ ഞാൻ ആ കിടപ്പിൽ അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഉത്തരം കിട്ടി. വേറെ ഒന്നിലും പോവാതെ മോഹിനിയാട്ടത്തിൽ എന്തിനു ഞാൻ വന്നു. എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ അവർ പറഞ്ഞു, ഇത് വേണ്ട, ഇത് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ ഈ നടുകിടന്ന് ആടുകയാണ്. അങ്ങനെ ടീച്ചർ പറഞ്ഞ് നിർത്താം, എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അന്ന് രാത്രി ഞാൻ ചുമ്മാ ഒന്ന് എൻ്റെ വീട്ടിലെ ജനലിൻ്റെ കമ്പി പിടിച്ചിട്ട്, പക്ഷെ ഇതൊക്കെ സമയത്തും എൻ്റെ ഈ ബെൽറ്റ് അഴിക്കുമ്പോൾ ബ്ലഡ് വരും, സ്കിന്ന് ടൈറ്റായിട്ട്. വേറെ ബ്ലഡ് ഇങ്ങനെ അത്രയും ടൈറ്റായിട്ട് ഞാൻ കെട്ടണം, എനിക്ക് നിൽക്കാനുള്ള. ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലും വിദേശത്തുമായിട്ട് വളരെയധികം വേദികൾ കൈകാര്യം ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ രീതിയിലേക്ക് എത്തണമെങ്കിൽ അത്രയേറെ. ഇന്ന് നമ്മളോടൊപ്പം പുതിയൊരു അതിഥിയാണുള്ളത്, മണിമേഖല. നമസ്കാരം മാം. കേരളത്തിലെ അറിയപ്പെടുന്ന മോഹിനിയാട്ടം നൃത്തകരിൽ ഒരാളാണ് മാം. ഇപ്പോൾ മാമിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി തന്നെ നോക്കുകയാണെങ്കിൽ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു ലൈഫ് സ്റ്റോറിയാണ്. ഡോക്ടർമാർ എണ്ണീറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ പിന്നീട് കേരളത്തിലെ അറിയപ്പെടുന്ന നർത്തകിയായി മാറുന്നതിൽ അതിൽ വലിയൊരു പ്രയത്നത്തിൻ്റെ കഥയുണ്ട്. അതേപോലെ തന്നെ ജീവിത അനുഭവത്തിൻ്റെ ഒരുപാട് കഥയുണ്ട്. എവിടെ നിന്നായിരുന്നു ആ ഒരു തുടക്കം? നൃത്ത ജീവിതത്തിൻ്റെ തുടക്കമാണോ അല്ലെങ്കിൽ ഈ ഒരു രംഗത്ത്, അതായത് മോഹിനിയാട്ടം മാത്രം എന്നതിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, നൃത്തത്തിൻ്റെ തന്നെ ആ തുടക്കം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നൃത്തത്തിൻ്റെ തുടക്കം, അച്ഛൻ മഞ്ജു ഭാർഗവിയുടെ ഒക്കെ വലിയ ഫാനായിരുന്നു. അച്ഛൻ സൗദിയിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നാട്ടിലേക്ക് വരുന്ന സമയത്ത് കുറേ കാസറ്റ്സ് ഒക്കെ കൊണ്ടുവരും. പക്ഷെ ഞാൻ ഒട്ടും അങ്ങനത്തെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല ആ സമയത്ത്. പിന്നെ എൻ്റെ നാട്ടിൽ ഗുരു പത്മശ്രീ ചേമഞ്ചേരി കുഞ്ഞിരാമൻ ആശാൻ്റെ ഒരു ഭാരതീയ നാട്യ കലാലയം, അവിടെയാണ് അച്ഛൻ്റെ നിർബന്ധത്തിന് ഞങ്ങൾ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, ഞങ്ങൾ 3 പേര് അവിടെ പഠിപ്പിക്കാൻ ചേർത്തു. അവർ 2 പേരും നല്ല മിടുക്കത്തികളാണ് നൃത്തത്തിൽ. ആ സമയത്ത് ഞാൻ ഭയങ്കര എന്താ പറയുക, എല്ലാവരെയും പേടിയും നാണമൊക്കെ ഉള്ള ഒരാളായിരുന്നു. നൃത്തം പഠിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റാണ്, അറിയാലോ, ഇപ്പോഴത്തെ പോലെയല്ല. വളരെ ചിട്ടയായിട്ടുള്ള പഠനമാണ്, നല്ല അടിയുള്ളും. അപ്പോൾ അതൊന്നും ആ സമയത്ത് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അരങ്ങേറ്റം ഉണ്ടാകുന്നത്. ആ അരങ്ങേറ്റ വേദിയിൽ എൻ്റെ അധ്യാപകരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും നല്ല അവതരണം ഞാൻ ചെയ്തു എന്നാണ് പറയണേ. എനിക്ക് ഓർമ്മയുള്ള കാലമല്ല, എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അതിനുശേഷം പിന്നെ അവിടെ തന്നെയായിരുന്നു. ഏകദേശം 8ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. പിന്നീട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായി. പിന്നെ ക്ലാസിക്കൽ പെർഫോമൻസിലായിരുന്നില്ല. പിന്നീട് ഒരു 10th ശേഷം സെമി ക്ലാസിക്കൽ കോളേജിലൊക്കെ എത്തിയപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു കൂടുതൽ ശ്രദ്ധ. പിന്നീട് നൃത്തത്തിലേക്ക് വരുന്നത് അപ്പോഴൊക്കെ നൃത്തം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു സീരിയസ് ആയിട്ടുള്ള നൃത്തം എന്നൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പോൾ മാമിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് നോക്കുകയാണെങ്കിൽ വിവാഹ ജീവിതത്തിന് ശേഷം പിന്നീടാണ് അതിൻ്റെ ഒരു വ്യത്യസ്ത തലങ്ങളിലേക്ക് പോകുന്നത്. ജീവിതം തന്നെ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം, പിന്നീട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഡോക്ടർമാർ എണ്ണീറ്റ് നടക്കില്ല എന്ന് പറയുന്നൊരു സ്റ്റേജ്, അതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ച് വന്നത്? ആ ഒരു സിറ്റുവേഷൻ എൻ്റെ വളരെ പേഴ്സണലാണ്. അത് ഞാൻ ഒട്ടും എവിടെയും പറയണമില്ല, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷെ അതിലുണ്ടായൊരു ട്രോമ എനിക്ക് വളരെ ചെറിയ പ്രായം, എന്ത് ചെയ്യണമെന്നറിയില്ല, മുഴുവനായിട്ടുള്ള ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കുന്ന, ഇനി ഡോക്ടേഴ്സ് പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കുറേ നാൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു, പതിയെ നടന്നു. അപ്പോഴാണ് എനിക്കൊരു ഇങ്ങനെ പോയാൽ, അതായത് എല്ലാവരും ചിന്തിക്കുന്ന വഴിയിലല്ല അന്നും ചിന്തിച്ചിരുന്നത്. എനിക്ക് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു വരുന്ന ഒരു ക്രിയേറ്റീവ് കാര്യങ്ങളുണ്ട്. നന്നായി വരക്കുമായിരുന്നു, പക്ഷെ അതൊക്കെ നിന്ന് പോയി. എന്ത് ചെയ്യുന്നു ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും നൃത്തം സ്റ്റാർട്ട് ചെയ്യണം, അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇന്നിങ്ങനെ സൗന്ദര്യലഹരിയെക്കുറിച്ച് സംസാരിക്കാൻ ഞാനിവിടെ രാഹുലിനെ പോലെ ഒരാളുടെ മുമ്പിൽ ഇരിക്കുന്ന
അങ്ങനെ വിചാരിച്ചിട്ടോ ഒന്നുമല്ല കേട്ടോ, എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ചിട്ടും അല്ല. ഞാൻ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മോനുണ്ട്. മോൻ എന്നെ കണ്ട് വിഷമിക്കരുത്, ഞാൻ ഹാപ്പി ആയിരിക്കണം. മറ്റൊരു വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ലായിരുന്നില്ല. അപ്പം അധികം ആളുകൾക്ക് അറിയില്ല എൻ്റെ ഈ ഒരു സ്റ്റോറി. ഞാൻ ഈ വയ്യാതെ ആവാന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒരു അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ സിറ്റുവേഷൻ ഞാൻ ആ കിടപ്പിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കത് ആലോചിക്കുമ്പോൾ കണ്ണ് നിറയും സത്യം പറഞ്ഞു. അവിടുന്ന് പിന്നെ നൃത്തം, മോഹിനിയാട്ടം തന്നെ അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് പിന്നീട് എനിക്ക് ഉത്തരം കിട്ടി. വേറെ ഒന്നിലും പോവാതെ മോഹിനിയാട്ടത്തിൽ എന്തിനു ഞാൻ വന്നു. നാട്ടിൽ മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കണ്ണൂരിൽ, പുള്ളിക്കാരിയുടെ അടുത്ത് പോകുമ്പോൾ പുള്ളിക്കാരിക്കും അറിയില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു തീവ്രമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണെന്ന്. എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ അവർ പറഞ്ഞു, ഇത് വേണ്ട, ഇത് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ ഈ നടു കിടന്ന ആടുകയാണ്. അപ്പോഴാണ് ഞാനും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എൻ്റെ അസുഖം അത് ശരിയായിട്ടില്ല, ഞാൻ നടക്കുന്നതേ ഉള്ളൂ, അതുപോലെ കിടക്കുന്നുണ്ട്. നട്ടിൽ ബാലൻസ്ഡ് ആയ പോലെ അല്ല ഉള്ളത്. ഡിസ്കിന് കാര്യമായ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. അപ്പോൾ അങ്ങനെ ടീച്ചർ പറഞ്ഞ് നിർത്താം, എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അന്ന് രാത്രി ഞാൻ ചുമ്മാ ഒന്ന് എൻ്റെ വീട്ടിലെ ജനലിൻ്റെ കമ്പി പിടിച്ചിട്ട് കുറച്ച് സമയം അരമണ്ഡലം ചവിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു സാധ്യതയാണല്ലോ. ബാലൻസ് ചെയ്യാനാണ് എനിക്ക് പറ്റാത്തത്. അതായത് എല്ലാവരും ചവിട്ടണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് എനിക്ക് ചവിട്ടാൻ പറ്റില്ല, ഇങ്ങനെ ചവിട്ടണം വേറെ, അതെനിക്ക് പറ്റില്ല. പക്ഷെ കമ്പി പിടിച്ച് എനിക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ട്. കമ്പി പിടിച്ച് ചവിട്ടി. പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്ന പെയിനായിരുന്നില്ല. ബെൽറ്റ് ഇട്ടു, ഒരു സാരി മുഴുവൻ ഇങ്ങനെ ഞാൻ ഈ കച്ചാന്ന് പറയുന്നത് അതുപോലെ ചുറ്റിക്കെട്ടും, വയറിൻ്റെ ഇവിടെ ആരയുടെ ഭാഗം മുഴുവൻ, കാലിന് നീ ക്യാപ്പ് ഇട്ടു. പക്ഷെ ഇതെല്ലാം രാത്രിയില്ല ചെയ്യുക, എല്ലാവരും ഉറങ്ങിയിട്ടാണ് ചെയ്യുക. കാരണം ഇത് അറിയാതെന്ന് വെച്ചാൽ അമ്മയും അച്ഛനും നല്ലോണം വഴക്ക് പറയും. അങ്ങനെ ഇത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ നടന്നത്. പിന്നെയും ഡാൻസൊക്കെ ചെയ്യാൻ ആരും അറിയില്ല കേട്ടോ. ഞാൻ പഠിക്കാൻ പോകുന്നതൊന്നും ആരോടും പറഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എല്ലാവരോടും ആ സമയത്ത് പറയുന്നത്. അങ്ങനെ ചവിട്ടി ഒരു 6-7 മാസം അപ്പോഴും അടവൊക്കെ പതിയെ തുടങ്ങി. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് സെറ്റായി. പക്ഷെ ഇതൊക്കെ സമയത്തും എൻ്റെ ഈ ബെൽറ്റ് അഴിക്കുമ്പോൾ ബ്ലഡ് വരും, സ്കിന്ന് ടൈറ്റായിട്ട്. വേറെ ഒന്നുമില്ല, ബ്ലഡ് ഇങ്ങനെ അത്രയും ടൈറ്റായിട്ട് ഞാൻ കെട്ടണം. എനിക്ക് നിൽക്കാനുള്ള ശക്തി ആ ഒരു ബെൽറ്റിലാണ് എൻ്റെ എല്ലാ പവറും കൊടുക്കുന്നത്. അങ്ങനെ ചവിട്ടി വന്നു. 6-ാമത്തെ മാസം ഞാൻ വേദിയിൽ, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് നല്ലൊരു രണ്ടാമതും. അന്ന് എൻ്റെ കൂടെ വേറെയും കുറേ വീട്ടമ്മമാരായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ആ യാത്ര ഒരു എന്നെ തേടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല രാഹുൽ. എന്നെ കൊണ്ടുവരികയായിരുന്നു എന്ന്. അതെ, സത്യമായിട്ടും. ഇന്നെനിക്ക് തോന്നുന്നു കേരളത്തിലും വിദേശത്തുമായിട്ട് വളരെയധികം വേദികൾ കൈകാര്യം ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ രീതിയിലേക്ക് എത്തണമെങ്കിൽ അത്രയേറെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കണം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ തന്നെ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം എന്ന് പറയുന്നത് സൗന്ദര്യലഹരിയാണ്. ഒരു നൃത്തത്തിലേക്ക് സൗന്ദര്യലഹരി എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ, അല്ലെങ്കിൽ ശങ്കരാചാര്യർ എഴുതി വെച്ചിട്ടുള്ള ആ കുറേ തത്വങ്ങളെ അതിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് അതിലും കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. അതെങ്ങനെയായിരുന്നു? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സൗന്ദര്യലഹരി ഇന്ന് എന്നെ തേടിയതല്ല രാഹുൽ, അതെൻ്റെ LKG തേടിയിട്ടുണ്ട്. അത് പറയാം. ഞാൻ പഠിച്ചത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് LKG UKG ഞാൻ പഠിക്കാൻ വളരെ അബദ്ധമായിരുന്നു, എല്ലാത്തിലും അബദ്ധമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ സ്കൂൾ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്ലേ സ്കൂൾ അങ്ങനെ പറയാം. പക്ഷേ അവർ ദുബായിലാണ് ആ ആൻറ്റി ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും, കുറച്ച് കുട്ടികളുള്ള ഒരു സ്കൂൾ, എല്ലാ കുട്ടികൾക്കും ഒരു ടെക്സ്റ്റ് കൊണ്ടു തന്നു. ആ ടെക്സ്റ്റിൻ്റെ പേര് ദി യൂണിവേഴ്സ് എന്നാണ്. വായിക്കാനൊന്നും അറിയുന്ന സമയമല്ല. പക്ഷേ ഈ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഇങ്ങനെ ലെയറായിട്ട് നമ്മുടെ ഭൂമി, നക്ഷത്രങ്ങൾ, നമ്മുടെ മിൽക്കി വേ, അങ്ങനെ ഒരു 12 പേജേ ഉള്ളൂ. പക്ഷേ ടെക്സ്റ്റ് വലുതാണ്. അത്രയും ആ ഒരു പിക്ചറൈസേഷൻ അതിനുണ്ടായിരുന്നു ഓരോ കാര്യത്തിനും. അപ്പോൾ ഞാൻ ഇത്
ഈ ഒരു ബുക്ക് മാത്രമാണ് എൻ്റെ ടെക്സ്റ്റ് 10ാം ക്ലാസ് വരെ. സത്യമായിട്ട് എനിക്ക് പഠിക്കുന്ന ഇഷ്ടമേ ഇല്ല. എന്തെങ്കിലും കാര്യം ഞാൻ ചെറുപ്പത്തിൽ എടുക്കുമ്പോൾ പോലും ഇപ്പോൾ എന്തെങ്കിലും വിഷയം ക്ലാസ്സിൽ ടീച്ചർ പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചോദ്യം, ഇതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇതല്ല എൻ്റെ വിഷയം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇതെനിക്കറിയാം, തൊടണ്ട. എപ്പോഴും ആകാശം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ചെറുപ്പത്തിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരാളുണ്ടാക്കിയ ശില്പമല്ലേ എന്ന് തോന്നും എനിക്ക്. പറയുമ്പോൾ ഒന്നും തോന്നരുത്. വീട്ടിൽ നമ്മൾ പൂജാ റൂമിൽ കുറേ പടങ്ങളുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീകൃഷ്ണനെ. ആ ഫോട്ടോ എടുത്ത് ഞാൻ അത്രയും പിടിക്കുകയും എനിക്ക് എൻ്റെ എല്ലാം പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അന്നേരം എൻ്റെ ഉള്ളിലൊരു ചോദ്യമുണ്ട്, ഇതൊരാളുടെ വരച്ച ചിത്രമല്ലേ, വെറുമൊരു ബിംബമല്ലേ? ഇതൊരു ചെറിയ കുട്ടിയാണ്. വീട്ടിൽ സന്ധ്യാന്തിക്ക് നാമം ജപിക്കുമ്പോൾ വിളക്കിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് എത്രയോ അടി കൊണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ എൻ്റെ ചിന്തകൾ പറഞ്ഞിട്ട്. ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ഒരു ദേവി പാരമ്പര്യമൊക്കെ ഉള്ളൊരു തറവാടാണ്. ഞങ്ങൾ ദേവതയൊക്കെ ആയിട്ട് അവിടെ ഒരു സങ്കല്പമായിട്ട് ചിങ്ങമാസത്തിൽ സംക്രമത്തിന് അമ്പലത്തിനുള്ളിലിരിക്കും. ഞാനൊക്കെ ഇരുന്നിട്ടുണ്ട്, അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പം അപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, ഈ കാണുന്നതൊക്കെ എങ്ങനെ നടക്കുന്നു. ആകാശം തന്നെയായിരുന്നു മെയിൻ ഫോക്കസ്. അപ്പം അന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ യാത്ര, ഇതിലേക്കെത്താൻ, സൗന്ദര്യലഹരിയിലേക്കെത്താൻ. എൻ്റെ എന്താ പറയുക, ശ്വാസത്തോടുള്ള, പ്രപഞ്ചത്തോടുള്ള, എൻ്റെ അസ്തിത്വത്തോടുള്ള അടങ്ങാത്ത പ്രണയമാണ് എൻ്റെ സൗന്ദര്യലഹരി. എൻ്റെ ആത്മാന്വേഷണമാണ്. എൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് എൻ്റെ സ്വർഗവും എൻ്റെ നരകവും ഞാൻ കണ്ടത്. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അതിൽ യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഹീലിംഗ്, ഈ പറയുന്ന സമയത്ത് തന്നെയാണ് ഹീലിംഗ് പഠിക്കുന്നത്, പ്രാണിക് ഹീലിംഗ്. അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള പഠനമൊന്നും അതിലുണ്ടായിട്ടില്ല. പക്ഷേ കൈയുടെ ചലനം, ശരീരത്തിൻ്റെ ചലനം, ആ ഒരു നമ്മുടെ ബോഡി, ഒരാളെ നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ കൈ സെൻസിറ്റീവ് ആവാൻ നമ്മളൊരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യും. ഹീലിംഗ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. കൈ വെച്ച് നമ്മളൊരു എക്സസൈസ് പ്ലാൻ ചെയ്യും. കൈയുടെ ഒരു പവർ കൂടാനൊക്കെയുള്ളൊരു എക്സസൈസാണ്. അതിനുശേഷം എൻ്റെ ചലനം എല്ലാം എല്ലാം എനിക്കത് സെൻസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഈ സ്പൈഡർമാൻ ഫിലിമിലൊക്കെ അയാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ലേ ഞാൻ ചേഞ്ച് ആവണു എന്നത്. സെൻസ് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ കൈയൊക്കെ ചില സാധനം ഇങ്ങനെ തട്ടിപ്പോയാൽ എൻ്റെ മൂവ് ചെറുതാണ്, പക്ഷെ ആ സാധനം പോയി തെറിക്കുന്ന സ്പീഡ് ഭയങ്കരമാണ്. അപ്പം ഞാനത് പിന്നീട് വാച്ച് ചെയ്യാൻ തുടങ്ങി ആളുകളെ. എല്ലാവർക്കും ഇങ്ങനെയാണോ? അതല്ല. അതികാലത്തിൽ ഞാൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. പല രാത്രികളിൽ എണീറ്റ് നൃത്തം ചെയ്തിട്ടുണ്ട്. പതികാലം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഇഷയിൽ പോയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഈ അടുത്തും ചെയ്തു. മുമ്പ് ഒരു പ്രാവശ്യം ഒരു പെർഫോമൻസ് ചെയ്തു, കൊറോണ കഴിഞ്ഞിട്ടുള്ളൊരു ടൈം. അന്നും ഇതുപോലൊരു ഒരു വല്ലാത്തൊരു ഓറ ക്രിയേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. എനിക്ക് വേണ്ടി അവിടെ പലതും സംഭവിക്കുന്ന പോലെയൊക്കെ. അങ്ങനെ ഒരുപാട് വേദികളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നൃത്തം ശരിക്കും ശാസ്ത്രീയ നൃത്തം എന്ന് പറഞ്ഞാൽ അതിന് ചിട്ടയുണ്ട്, കൃത്യമായ ചിട്ട. ആ ചിട്ടയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എപ്പോഴാണ് തിളങ്ങുന്നതെന്ന് വെച്ചാൽ അയാളുടെ കേന്ദ്രം അയാൾ തിരിച്ചറിയുമ്പോഴാണ്. ഞാൻ പഠിച്ചതിൻ്റെ അപ്പുറത്ത് പോകുമ്പോഴാണ്. പഠിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന്, ആ വട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തിളങ്ങില്ല നമ്മൾ. സ്വന്തം നമ്മൾ പറയില്ലേ, ഇപ്പം ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. പക്ഷേ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രൻ ഒരു ഭൂമിയാവും, ഉറപ്പായിട്ടാവും. 360 എന്തിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അതൊക്കെ തിളങ്ങും. നമ്മളൊരു കാര്യം നിരന്തരം വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയില്ലേ, അപ്പം ഇതേപോലെ തന്നെയായിരുന്നു ഭൂമി ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇതെന്നും നമ്മളുടെ കോറിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ തിളങ്ങും. അതാണ്. അല്ലാതെ ഞാൻ രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ അത്ര പ്രശസ്തയായ ഒരു നർത്തകിയല്ല ഞാൻ. അക്കാഡമിക്കലിൽ വേദികളിൽ ഞാൻ ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല. എനിക്കതിന് താല്പര്യവുമില്ല. സത്യമായിട്ടും എൻ്റെ വേദികൾ, എൻ്റെ ആഗ്രഹത്തിന് എന്നെ കാണാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട്. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നൃത്തം ചെയ്യണം. എൻ്റെ ഗുരുനാഥ കലാവിജയൻ ടീച്ചർ, മോഹിനിയാട്ടത്തിൻ്റെ അമ്മ, കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയുടെ മകൾ കലാവിജയൻ ടീച്ചർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ഗുരുനാഥയുമാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് സൗന്ദര്യലഹരിയുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന്
ഈ ഒരു 31-ാം തീയതി റെക്കോർഡിങ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിന് മുമ്പ് നമ്മൾ ഒരുപാട് വേദിയിൽ ചെയ്തു. ഈ ഒരു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ തികച്ചും മോഹിനിയാട്ടത്തിൻ്റെ ഇതുവരെ ഒരു സാമ്പ്രദായിക ശൈലിയുണ്ട്, അതിലല്ല പോകുന്നത്. എൻ്റെ ഞാൻ ചിട്ടപ്പെടുത്തിയെടുത്ത ഒരാശയത്തെ, എൻ്റെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൗന്ദര്യലഹരി എന്ന എൻ്റെ ആത്മാന്വേഷണം, അതെനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ ഭാഷ, ആ മാധ്യമം മോഹിനിയാട്ടമാണ്. എനിക്കൊന്നു ഈ സൗന്ദര്യലഹരി വെച്ച് പല ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നൃത്തത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ വെർഷനുകളാണ്. അപ്പോൾ മാമിൻ്റെ വെർഷൻ എന്താണ് സൗന്ദര്യലഹരി? രാഹുൽ പറഞ്ഞതുപോലെ നല്ല കേരളത്തിൽ മോഹിനിയാട്ടത്തിൽ നല്ല നർത്തകിമാരുണ്ട്, പലവരും ചെയ്തിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ശ്ലോകാസ് എടുത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സൗന്ദര്യലഹരിയിലേക്ക് വരണം, എൻ്റെ അടുത്ത് ഒരാൾ പറയുമായിരുന്നു, അതിൽ കുറച്ചൊരു വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം അത് സമ്മതിച്ചില്ല. എന്നെ ആദ്യം സൗന്ദര്യലഹരിയിലേക്കല്ല കൊണ്ടുവന്നത്. ഒരു നവദുർഗ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ, നമ്മുടെ പാലക്കാടില്ലം, ബാലുശ്ശേരിക്കടുത്ത് പാലക്കാടില്ലം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം, അവിടുത്തെ നമ്പൂതിരി ശിവപ്രസാദ് തിരുമനസിൻ്റെ മകൾ എഴുതിയ ഒരു നവദുർഗ സ്തോത്രം അദ്ദേഹം എൻ്റെ അടുത്ത് മോഹിനിയാട്ടമായി ചിട്ടപ്പെടുത്താൻ പറഞ്ഞു. ഏലൂർ ബിജു ചേട്ടനായിരുന്നു സോപാന സംഗീതം, കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, പുള്ളിയായിരുന്നു അത് പാടിയത്. അന്ന് ഈ നവദുർഗ എന്ന് പറഞ്ഞാൽ നവഭാവങ്ങളിലൂടെ, നവരാത്രിയിൽ നമ്മൾ ആരാധിക്കുന്ന ഭാവങ്ങളുണ്ടല്ലോ, അതാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് നിമിഷ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അവൾക്ക് എൻ്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഈ ശങ്കർ മഹാദേവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹിന്ദുസ്ഥാനി സിംഗറാണ്. പുള്ളിക്കാർ പറഞ്ഞു, ചേച്ചി സൗന്ദര്യലഹരി ചെയ്ത നല്ലതായിരിക്കും. ഞാനെന്ന് പറഞ്ഞു, എനിക്ക് സംസ്കൃതം അറിയില്ല, ഒന്നാമത്തെ കാര്യം, ഇത് വലിയ കടുവെട്ടിയാണ്, എനിക്ക് വേണ്ട, ഞാൻ ചെയ്യണില്ല, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണമൊക്കെ തന്നെ ചെയ്യാം, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കാം. ആ സമയത്ത് ഇതെനിക്ക് പറഞ്ഞ ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, പറയണോ? എൻ്റെ ആശാൻ്റെ മകൻ്റെ കഥകളി ഒരു പ്രോഗ്രാം മൂകാംബികയിൽ ഞാനും കൂടെ പോയി. ഞങ്ങൾ കുട്ടുവെന്ന് വിളിക്കുക അവനെ, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തൊഴാൻ വേണ്ടി ഉള്ളിൽ കയറി, ഞാനും പോയി. എല്ലാവരും കയറുമ്പോഴേക്ക് ഞാനും അവനും മാത്രമായി, ബാക്കിയുള്ളവരൊക്കെ പുറത്തുപോയി. അങ്ങനെ അവന് തൊഴുത് വന്നപ്പോഴത്തേക്ക് അവന് മേക്കപ്പിന് സമയം, അവൻ പെട്ടെന്ന് പോയി. ഞാൻ അവിടെ ശങ്കരാചാര്യരുടെ ഒരു പിറകിൽ, ക്ഷേത്രത്തിൻ്റെ പിറകിലൊരു വിഗ്രഹത്തിൻ്റെ സൈഡിൽ എല്ലാവരും ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാനും പോയിരുന്നു, ഒറ്റയ്ക്ക്, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വെറുതെ അവിടെ ഇരുന്നിട്ട് എനിക്കിഷ്ടമുള്ള ആ നവദുർഗ ഒക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് നൃത്തം കൈകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ശ്രീചക്ര രാജസിംഹാസനേശ്വരി ഒക്കെ പാടിക്കൊണ്ട് ചെയ്യും. പിന്നെ കുറേ സമയം കണ്ണടച്ച് അവിടെ ചുമ്മാ ഇരുന്നു. അപ്പോൾ ഇതിങ്ങനെ വീണ്ടും ശ്രീചക്ര രാജസിംഹാസനേശ്വരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആരോ പറയണം, ആരോ ഇങ്ങനെ ശരിക്കും അതെനിക്ക് ഫീൽ ചെയ്തു, ചെയ്യണ്ട, ഇനി എന്നെ കാണിക്കൂ, ഞാൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്ന ഒരു ഫീൽ. ഞാൻ ആദ്യം വിചാരിച്ചു അതൊരു തോന്നൽ മാത്രമാണെന്ന്. പിന്നീട് എനിക്ക് എഴുന്നേക്കാൻ പറ്റണില്ലായിരുന്നു. അതും തോന്നലല്ല കേട്ടോ, സത്യത്തിൽ എനിക്ക് വേണമെങ്കിൽ എണീറ്റ് പോവാം, പക്ഷെ നമ്മളെ ശക്തമായി ആരോ പിടിച്ചു വെക്കുന്നു. മുദ്ര കാണിച്ചിട്ട് അല്ലെങ്കിൽ 2 വരി കാണിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ മതി. മൂകാംബിക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശങ്കരാചാര്യരുടെ ആ ഒരു, അദ്ദേഹം പ്രതിഷ്ഠ നടത്തി, അദ്ദേഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചെയ്ത ഒരു ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഭഗവതി രൂപം, ഒരു ആവാഹിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു, അറിയാലോ മൂകാംബികയുടെ പ്രത്യേകതകൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അമ്മയാണല്ലേ, നല്ലവൻ കെട്ടവൻ എന്നൊന്നും അവിടെ ഇല്ല. അവിടെ ഏറ്റവും സ്വാത്വികനായ വ്യക്തി പോയാലും പെരും കള്ളൻ പോയാലും എൻ്റെ അമ്മ എനിക്കത് സാധിക്കണേ എന്ന് പറയുന്ന ധൈര്യമുണ്ടല്ലോ അവിടെ. എല്ലായിടത്തും ഉണ്ടാകുമായിരിക്കും, പക്ഷേ അവിടെ കുറേ കൂടി സ്വാതന്ത്ര്യത്തോടെ എല്ലാവരും അമ്മേ എന്ന് വിളിക്കുന്നു. അപ്പം എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരാൾ, അധികം അനങ്ങാത്തൊരാൾ, ഇതൊക്കെയാണ് എനിക്ക് അവിടെ തോന്നിയത്. അപ്പോൾ നമ്മുടെ റൂട്ട് ചക്ര, മൂലാധാര ചക്ര വളരെ പവർഫുള്ളായിട്ടുള്ളൊരാൾ, അങ്ങനെയുള്ള ഒരാൾക്കാണ് എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിനൊരു മുദ്രയുണ്ടാക്കി അവിടെ ഇരുന്നുകൊണ്ട്. ഈ മുദ്ര, ഞാൻ അന്നൊരു പച്ച സാരി എടുത്തത്, ഈ മുദ്ര
ഞാൻ പുറത്ത് നേരെ ഭഗവതിയുടെ പിറകുവശത്താണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഞാനിത് കാണിക്കുകയാണ്. മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ഞാനത് ചെയ്യുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കാളിദാസ് ഭട്ട് അവിടെയുള്ള ഒരാളുടെ വീട്ടിലായ അവിടെ അടുത്തുള്ള അവരുടെ വീട്ടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസം. അപ്പം പുള്ളിയോട് ഞാനിത് പറഞ്ഞു. പുള്ളി പറഞ്ഞു എനിക്കൊന്ന് കാണിച്ചു താന്ന് പറഞ്ഞു. പുള്ളിക്ക് കാണിച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു നടയുടെ മുമ്പിൽ വന്ന് ഇന്നേ ടൈം ഒരു ടൈം പറഞ്ഞു. അവിടെ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും, അവിടെ വരണം, അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം. ദീപത്തിൽ നിന്നും നിങ്ങൾ ദീപം എടുത്തു കഴിഞ്ഞു, ദീപത്തിൽ നിന്നും നിങ്ങൾ ദീപം എടുത്തു, പ്രപഞ്ചത്തിലേക്ക് കൊടുത്തേ മതിയാവും. അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ പോയി തൊഴുത്. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരോടും അത് ഞാൻ പറഞ്ഞില്ല. അന്ന് ഞാൻ ഭഗവതിയുടെ പിറകിലെഴുതി സൗന്ദര്യലഹരി ഞാൻ ചെയ്തോളാം. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇതിനു വേണ്ടി ഈ യാത്ര പുറപ്പെടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് എഴുതാൻ തുടങ്ങി. നിർബന്ധമുണ്ടായിരുന്നു. ശ്ലോകത്തിൻ്റെ അർത്ഥം വർണ്ണിക്കാൻ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതായത് ആ വരികൾ ശിവശക്തിയായുക്തോ എന്ന് പറയുന്ന ശ്ലോകം തുടങ്ങുന്ന 100 ശ്ലോകങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തി ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ എനിക്ക് അവതരിപ്പിക്കാം. പദത്തിലൂടെ സഞ്ചാരമാണെങ്കിൽ ഞാൻ നടത്തിയതൊരു പദത്തിലൂടെ സഞ്ചാരമല്ല, വാക്കുകളിലൂടെയുള്ള സഞ്ചാരം നടത്തിയിട്ടേയില്ല ഞാൻ ഒരു ശ്ലോകയിലും. അതിൻ്റെ എന്താണ് ഇന്നർ കോർ എന്നാണ് ഞാൻ അന്വേഷിച്ചത്. അദ്ദേഹം ഇത്രയും സീരിയസ് ആയിട്ട് ഒരു ഗ്രന്ഥം എഴുതി ഇത്രയും ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചു. ഇന്ത്യക്ക് പുറത്തും ഒരുപാട് ഗവേഷകർ ഇതിന്, ശാസ്ത്രജ്ഞന്മാർ ഇതിന് വ്യാഖ്യാനിച്ചു. നിത്യചൈതന്യ യതിയുടെയൊക്കെ ഗംഭീര വ്യാഖ്യാനങ്ങളുണ്ട് സൗന്ദര്യലഹരി ആസ്പദമാക്കി തന്നെയാണ് ഗുരുദേവൻ കാളിനാടകം ഒക്കെ എഴുതിയത്. എനിക്ക് കാളിനാടകം വായിച്ചപ്പോൾ എനിക്ക് സ്പർശിക്കാൻ പറ്റിയൊരു കാര്യം, ഉറപ്പായിട്ട് ഇൻസ്പയർ ആയിട്ടുണ്ട് ഗുരുദേവനിൽ. അപ്പം ഈ ആദ്യത്തെ വരിയിൽ തന്നെ ഞാനതിന് പല വ്യാഖ്യാനങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന് ഓഫ് കോഴ്സ് നമ്മുടെ യൂണിവേഴ്സ്, സൃഷ്ടിക്ക് മുമ്പ് എന്ത്, ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. പ്രപഞ്ചം ഒരു ദിവസം ഇങ്ങനെ ഉണ്ടായി, സമയവും കാലവും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിന് മുമ്പ് എന്ത്, ഈ സ്റ്റിൽനെസ് അല്ലേ, നിശ്ചലമായി കിടന്ന ശിവതത്വം. അതെ. എന്ന് നമ്മൾ ഭാരതീയർ എന്നല്ല, എനിക്കറിയില്ല, എല്ലാവരും സ്റ്റിൽനെസ്സിനെ ഓരോ നാടുകളിലും വ്യത്യസ്തമായ ആശയങ്ങളുണ്ടാവും. അവിടെ ഒരു ചലനമുണ്ടായി. ആ ചലിച്ച വസ്തു, അവിടെ നിന്ന് തുടങ്ങിയ ചലനം ഒന്നിൽ നിന്നും അനേകമായി ചലിച്ചുകൊണ്ടിരിക്കുക, അനേകമാവാനുള്ള ത്വര. അവിടെയാണ് ശിവൻ ഒന്ന് ചലിക്കണമെങ്കിൽ ഭഗവതിയുടെ പാതാരവിന്ദങ്ങളിൽ അന്നണയണം. സാധാരണ ഒരാളുടെ കാഴ്ചയിൽ എന്താ ഉണ്ടാവുക രാഹുൽ? ശിവഭക്തനും ദേവി ഭക്തനും തമ്മിലൊരു കോൺട്രവേഴ്സി. ഇതൊന്നുമല്ല ആചാര്യസ്വാമികൾ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ തോട്ട് വളരെ വിശാലമാണ്, വളരെ ബ്രോഡായിട്ടാണ് അദ്ദേഹം എഴുതിയത്. ഒരിക്കലും നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭൗമ്യമായ സൗന്ദര്യമുള്ളൊരു സ്ത്രീയുടെ വർണ്ണനയല്ല സൗന്ദര്യലഹരി. എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്, നിങ്ങൾ കുട്ടികളെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരെ ഇങ്ങനെ യൂണിവേഴ്സ്, നമ്മളെന്താ എപ്പോഴും ചിത്രം വരച്ചിട്ടുണ്ട് രാഹുൽ, ഞാനൊക്കെ പഠിച്ചാൽ ഇത് യൂണിവേഴ്സ്, ഇത് ഭൂമി, ഇത് ചന്ദ്രൻ അല്ലേ, എന്നാൽ അതാണ് യൂണിവേഴ്സ്. അതാണ് രാഹുൽ യൂണിവേഴ്സ്. അതിനും അപ്പുറം എന്തൊക്കെയോ ഉണ്ട്. ആണ്. നമ്മളെന്താ യൂണിവേഴ്സിൽ? നമുക്കൊരു പ്ലാനറ്റോറിയത്തിൽ പോയി, പ്രിയദർശിനി പ്ലാനറ്റോറിയം ഉണ്ടല്ലോ തിരുവനന്തപുരം, അവിടെ ഞാൻ പോയ സമയത്ത് ഒരു ഫിലിം കണ്ടു. അതിലെന്താണ് നമ്മൾ കാണിക്കുകയാണ്, ഇതാണ് ഇതുവരെ കണ്ടുപിടിച്ച യൂണിവേഴ്സ്. ഒരു പോയിന്റ് എത്തിയാൽ നമ്മുടെ ഭൂമിയൊക്കെ ഒരു കുഞ്ഞ് കടപ്പുറത്ത് ഒരു തരി ഉണ്ടല്ലോ, അത്രയാവും ആദ്യം. പിന്നെ ഒരു പോക്കിൽ നമ്മുടെ ഒന്നുമില്ല, നമ്മുടെ മിൽക്കി വേ ഒന്നുമില്ല, അതൊക്കെ പൊടിയായിട്ട് പോയിട്ട് ഫൈനലി കണ്ടുപിടിച്ച് വെച്ചു, ഇതാണ് നമ്മൾ ഇതുവരെ അറിഞ്ഞ യൂണിവേഴ്സ്. എനിക്ക് അപ്പം ചോദിച്ചൊരു, എൻ്റെ ഉള്ളിലുള്ള ചോദ്യം എപ്പോഴും, ആ യൂണിവേഴ്സ് നിൽക്കണമെങ്കിൽ ഒരു സ്പേസ് ഉണ്ട് അല്ലേ? മനുഷ്യന് നമുക്ക് പ്രകാശം എത്തിയ വരെയാണ് നമ്മൾ ഇതുവരെ പറയുന്നത്, നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റിയ. നമ്മൾ ഇതുവരെ പറയണു, എന്താ പറയണേ, മനുഷ്യനെ പോലത്തെ ജീവനുള്ള ഭൂമി നമ്മുടെയൊക്കെ മാതാവ്
ഭൂമി അമ്മയായിട്ടുണ്ട്. ഇതുപോലെ ജീവനുള്ള ഗ്രഹം നമുക്ക് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ല. ഒരു മാതാവ് എന്നൊക്കെ നമ്മുടെ ഭൂമാതാവ് എന്നൊക്കെ നമ്മൾ പറയും, അതൊക്കെ ആ ഭാഗത്ത് നിൽക്കട്ടെ. എന്നാലും നമുക്ക് ജീവൻ തുടിക്കുന്ന, ജീവൻ്റെ നിലനിൽക്കാൻ സാധ്യതകളുണ്ടെന്ന് പറയണമൊക്കെ കേട്ടു. പക്ഷെ ഇന്ന് വരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരു പാരലൽ വേൾഡിൽ നമ്മൾക്കറിയാത്ത, സെൻസ് ചെയ്യാൻ പറ്റാത്ത, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാമായിരിക്കാം. പക്ഷെ നമ്മൾ ഇതുവരെ നമ്മുടെ യുക്തിയിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. എന്തുകൊണ്ടായിരിക്കും എൻ്റെ സൗന്ദര്യലഹരിയുടെ സ്ക്രിപ്റ്റിൽ ഞാൻ എഴുതിയൊരു കാര്യം, നമ്മൾ ഇതുവരെ സഞ്ചരിച്ചത് എവിടെയാണെന്നറിയോ? ഞാൻ രാഹുൽ ഇരിക്കുന്ന സ്ഥലത്ത് വരെ ദൂരം അളക്കാം, പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തിൽ. ഇതൊരു റൂമാണെങ്കിൽ അത്രയും വേണ്ട, ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളൂ. നമ്മൾ കരുതുകയാണ് നമ്മൾ കുറേ സഞ്ചരിച്ചു. ഇത്ര കോടി ലക്ഷം പ്രകാശവർഷം നമ്മൾ കണ്ടെത്തി. അപ്പം ഞാൻ പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, നമുക്കത് കണ്ടുപിടിക്കാൻ സാധ്യവുമില്ല. തുടക്കവും അവസാനവും ഇല്ലാത്ത പ്രപഞ്ചത്തെക്കുറിച്ച് വർണ്ണിക്കുക, അതിൽ ചലനമായവളെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ആ ശക്തിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. എല്ലാത്തിലും, ഓരോ കോശത്തിലും ആ ചലനം ഇങ്ങനെ അനേകമായിക്കൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഇതൊരിക്കലും ഒരു സാധാരണ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ പറഞ്ഞതിനെ കൊണ്ട് മനസ്സിലാവില്ല. ഇത്രയും ബ്രോഡായിട്ടുള്ളൊരു വിഷയമാണ്. ആ ചലനം എല്ലാ ജീവജാലങ്ങളിലും എങ്ങനെയായി, എവിടെ വെച്ച് തുടങ്ങി, എങ്ങനെയൊക്കെ ചലിക്കുന്നു. ഇതിന് മുമ്പ് എന്ത്, ഭൂമി ഋതുമതിയാവുന്നത് ഒക്കെ നമ്മൾ ഇതിൽ സൗന്ദര്യലഹരിയിൽ വർണ്ണിക്കുന്നുണ്ട്. എന്തായാലും സൃഷ്ടിക്ക് മുമ്പ് അതുണ്ടായിട്ടുണ്ടാവും. ഋതുമതിയാവാതെ ഒരു സ്ത്രീയും അമ്മയാവില്ല. നമ്മൾ ആ ഭൂമിയെ ഒരു സ്ത്രീയായാണ്, ഒരു പെൺകുട്ടി വളർന്ന് പക്വത പ്രാപിച്ച് സ്ത്രീയായി, അമ്മയായി, അങ്ങനെ ഓരോ നവഭാവങ്ങളിലൂടെ കടന്നു പോയി ഫൈനലി അവൾ ഐഡൻറ്റിഫൈ ചെയ്യണു. അത് പാർവതിയായിട്ടാണ് നമ്മളത് കാണിക്കുന്നത്. ശിവ പാർവതിയായിട്ട് തന്നെയാണ് സൗന്ദര്യലഹരിയിൽ അത് കാണിച്ചു പോകുന്നത്. ശാന്തഭാവത്തിലെത്തുമ്പോൾ ഞാനും പ്രകൃതിയും, അല്ലെങ്കിൽ ഞാനും പ്രപഞ്ചവും രണ്ടല്ല. എന്നിലുള്ളതെല്ലാം നിന്നിലും, നിന്നിലുള്ളതെല്ലാം എന്നിലുമുണ്ട്. സ്വർഗവും നരകവും എല്ലാം, നല്ലതും ചീത്തയും എന്നിലുണ്ട്. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, എല്ലാം ഈ എൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായി ഈ ശ്ലോകയിലൂടെ തന്നെ പോയിട്ടുണ്ട്. മണ്ണെന്താണ്, നമ്മളുടെ അടിസ്ഥാനം മണ്ണാണ്. ഈ മണ്ണ് എവിടെ നിന്ന് വന്നു? നക്ഷത്രധൂളികളാണ്. നമ്മൾ നക്ഷത്രധൂളികളാണ്. നമ്മളിലുള്ളതെല്ലാം പല 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 പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള വസ്തുക്കൾ നമ്മളിലുണ്ട്. അത് എന്താ പറയുക, ശാസ്ത്രീയമായിട്ടാണെങ്കിലും നമ്മളുടെ വേദങ്ങളിലാണെങ്കിലും ഒക്കെ ഋഗ്വേദത്തിൽ ശരിക്കും ആഴത്തിൽ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ആ വിഷയങ്ങളൊന്നും നമ്മളുടെയുമായിട്ട് കണക്റ്റഡ് അല്ല, നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വിഷയം സൗന്ദര്യലഹരിയാണ്, അതുമായി കണക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയല്ലോ.